തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിങ്ങിലുണ്ടായ തീ ഇപ്പോൾ അണച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. 600-ലധികം ബൈക്കുകൾ കത്തി നശിച്ചു. സംഭവത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടുണ്ടെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി കെ രാജൻ പറഞ്ഞു. നമ്മളെല്ലാവരും കണ്ടതുപോലെ വളരെ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നമാണ്. ഈ വിധത്തിലെങ്കിലും ഇപ്പോൾ നമുക്ക് തീ അണച്ച് തൽക്കാലം ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. പ്രാഥമികമായിട്ട് ഇവർ 600-ലേറെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണിതെന്നും പകുതിയിലേറെ ബൈക്കുകളെ ബാധിച്ചിട്ടുണ്ടാകും എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ ഷീറ്റ് വീണ് കിടക്കുകയാണ്. അടിയന്തരമായി ആ ഷീറ്റ് ഉയർത്തി ഏതെങ്കിലും വിധത്തിലുള്ള കാഷ്വാലിറ്റി ഇനി വാഹനങ്ങൾ തുടർന്ന് കിടക്കുന്നതോ മാറ്റേണ്ടതോ എന്തെങ്കിലും വിധത്തിലുണ്ടോ എന്ന് അടിയന്തരമായിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം പ്രാഥമികമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകാൻ ജില്ലാ പോലീസ് കമ്മീഷണറോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സൂരജ് സജി കൂടി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ആശ്വാസകരമായ കാര്യമാണ്. തീ പടരാതിരിക്കാൻ അത് കാരണമായിട്ടുണ്ടല്ലോ. മറ്റു വിവരങ്ങൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഈ വാർത്തയുടെ? എസ്കേൻ, ഇത് സംബന്ധിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഫോറൻസിക് സംഘം അടക്കം ഈ മേഖലയിലെത്തി പരിശോധന നടത്തും. ഏത് സാഹചര്യത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണമാണ് നടത്തുന്നത്. ഈ ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നവരുടെയും ഒക്കെ പ്രാഥമിക മൊഴിപ്രകാരം അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിനാണ് ആദ്യഘട്ടത്തിൽ, ഒരു സ്കൂട്ടറിനാണ് ആദ്യഘട്ടത്തിൽ തീ പിടിക്കുന്നത്. ജീവനക്കാർ പറയുന്നത് അതിലൊരു തീപ്പൊരി വീണിരുന്നു, അങ്ങനെയാണ് തീ പടർന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അത് മുഖവിലക്കെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത്തരമൊരു തീ, അതായത് ആ ഒരു സ്കൂട്ടറിന് മാത്രം തീ പിടിക്കാൻ ഇടയാക്കിയത് എന്ന സാഹചര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. പിന്നീട് പൊടുന്നനെ മറ്റുള്ള വാഹനങ്ങളിലേക്ക് കൂടി തീ പിടിക്കുകയായിരുന്നു. പിന്നീട് ഒരു തീഗോളമായി മാറുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം. ഈ തീ കെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നുണ്ട്. ആ സാഹചര്യം അടക്കം പരിശോധിക്കും എന്നും മന്ത്രി കെ രാജൻ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ എത്രമാത്രം ഉണ്ട് ഈ അപകടത്തിന്റെ വ്യാപ്തി എന്ന പരിശോധനയാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഈ മേൽക്കൂര അവിടെ നിന്ന് എടുത്തു മാറ്റേണ്ടതുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് സ്വകാര്യ ക്രെയിൻ അടക്കം എത്തിച്ചുകൊണ്ട് ഈ മേൽക്കൂര അവിടെ നിന്ന് എടുത്തു മാറ്റി ഈ വാഹനങ്ങൾ റിക്കവർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടത്താൻ പോകുന്നതെന്ന് കൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 6:30 ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 600ഓളം വാഹനങ്ങൾ കത്തി നശിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നത്. ഒരു റെയിൽവേയുടെ ഈ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. സ്കേൽ, ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.